കെമിക്കൽ ബോണ്ടിങ് ക്ലാസ് 6. അപ്പോൾ ഹൈബ്രിഡൈസേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് DsP2 ഹൈബ്രിഡൈസേഷൻ. ഇറ്റ് ഈസ് ദ ഇൻ്റർമിക്സിങ് ഓഫ് DX2Y2 ഓർബിറ്റൽ അല്ലെങ്കിൽ D ഓർബിറ്റൽ, 1S ഓർബിറ്റൽ, 2P ഓർബിറ്റൽസ്. അപ്പോൾ ഒരു D ഓർബിറ്റൽ, ഒരു S ഓർബിറ്റൽ, 2 P ഓർബിറ്റൽ, അങ്ങനെയാണ് DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഇൻ്റർമിക്സ് ചെയ്യുന്നു ടു ഫോം 4 equivalent orbitals is called DsP2 hybridization, and the resulting orbitals are called DsP2 hybrid orbitals. The 4 DsP2 orbitals are oriented to the 4 corners of a square and the bond angle is 90 degree. അപ്പോൾ DsP2 ഹൈബ്രിഡൈസേഷൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പാണ്, അതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്ക്വയർ പ്ലെയിനർ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ സ്ക്വയർ ജോമെട്രി ആയതുകൊണ്ട് ആ ഹൈബ്രിഡൈസേഷനെ സ്ക്വയർ പ്ലെയിനർ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് കുപ്ര അമോണിയം കോംപ്ലക്സ്, ഒരു കോംപ്ലക്സ് മോളിക്യൂളിൻ്റെ ഫോർമേഷനാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ നോക്കുക, CuNH3 4 ടൈംസ്, 4 NH3 മോളിക്യൂൾസ് ഉണ്ട്. CuNH3 4 ടൈംസ് 2+. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 29 ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 3D10 4s1 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. സോ 3D10 4s1. ഇനി Cu2+ൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? Cu2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്, അങ്ങനെയാണ് 2+ ആയിട്ട് മാറിയത്. സോ 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുമ്പോൾ 3D10ൽ നിന്നും 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. സോ അതെന്തായി മാറും? 2, 4, 6, 8, 10 ഇലക്ട്രോണിൽ നിന്ന് 2 എണ്ണത്തിന് വിട്ടുകൊടുത്തു, ബാക്കി 8 ഇലക്ട്രോൺ. പിന്നെ 4s1ൽ 4sൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അത് 4pയിലെ ഇസഡിലേക്ക് 4pZ അല്ലെങ്കിൽ 4p സബ്ഷെല്ലിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഓക്കെ, Cu2+ൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം Cu2+ ആണെങ്കിൽ 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം. 2 ഇലക്ട്രോണെ 3Dയുടെ ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തു, Cu2+ ആയി മാറി. പിന്നീട് 4sൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതെങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? 4pയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ വേക്കൻ്റ് ആയിട്ട് എത്ര എണ്ണം ഉള്ളത്? Dയിൽ ഒരെണ്ണം, Sൽ ഒരെണ്ണം, Pയിൽ 2 എണ്ണം. സോ 3Dയിൽ ഒരെണ്ണം, 4sൽ ഒരെണ്ണം, 4pയിൽ 2 എണ്ണം. അങ്ങനെയാണ് DsP2, ഒരു D, ഒരു S, 2 P, അങ്ങനെ DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. ഓക്കെ, ഈ വേക്കൻറ്റ് സ്ഥലത്തിലേക്കാണ് നമ്മുടെ NH3 മോളിക്യൂൾസ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഫോം ചെയ്യുന്നത്. കോർഡിനേറ്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. കോംപ്ലക്സ് മോളിക്യൂളിലെ സോ കോർഡിനേറ്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. സോ CuNH3 4 ടൈംസ് 2+. അപ്പോൾ 4 NH3 മോളിക്യൂൾസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? കോർഡിനേറ്റ് ബോണ്ട്സ് ഫോം ചെയ്യുന്നത് ഈ DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസുമായിട്ട്. ഓക്കെ, സോ DsP2ൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു സ്ക്വയർ പ്ലെയിനർ ആണ്. പിന്നെ ഈ DsP2 മോളിക്യൂൾസ് അല്ലെങ്കിൽ CuNH3 4 ടൈംസ് 2+ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇത് പാരാമാഗ്നറ്റിക് എന്ന് പറയാൻ കാരണം എന്താണ്? നോക്കൂ, ആ 4pയിൽ ലാസ്റ്റ് ഒരു ഇലക്ട്രോൺ മാത്രമുണ്ട്, അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ഈ CuNH3 2+ എന്ന കോംപ്ലക്സിന് എന്ത് പറയുന്നത്? പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. ദ പാരാമാഗ്നറ്റിക് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എൻ അൺപെയ്ഡ് ഇലക്ട്രോൺ ഓൺ ദ 4p സബ് ലെവൽ. ഓക്കെ, ഇനി അടുത്തത് sp3d ഹൈബ്രിഡൈസേഷൻ. So it is intermixing of 1s, 3p and 1d orbitals of an atom to form 5 identical orbitals is called sp3d hybridization, and the resulting orbitals are called sp3d hybrid orbitals. The 5 sp3d hybrid orbitals point towards the corners of a trigonal bipyramidal geometry. അപ്പോൾ ജോമെട്രി എങ്ങനെയാണ്? ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. എക്സാമ്പിൾ പറയുന്നത് PCl5 ആണ്. അപ്പോൾ ഒരു എസ്, ആ ഫിഗർ നോക്കൂ, ഒരു എസ് എത്ര പി ഓർബിറ്റൽസാണ് പറഞ്ഞത് നമ്മൾ? 1s ആൻഡ് 3 പിയും ഒരു ഡിയും. അപ്പോൾ നോക്കൂ, അടുത്തത് 1, 2, ആദ്യത്തത് എസ് ഓർബിറ്റൽ, പിന്നെ ഉള്ള 3 PX, PY, PZ, പിന്നെ ലാസ്റ്റ് കാണുന്നതാണ് D2Z അല്ലെങ്കിൽ D ഓർബിറ്റൽ. ഓക്കെ, 1s ആൻഡ് 3p and 1d. ഈ sp3d
3 1 4 1 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. sp3d ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ആ ഫിഗർ റെപ്രസെൻറ്റേഷൻ നോക്കുക. ഒരു എസ്സും 3 പിയും ഒരു ഡിയും. ഇനി PCl5 എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഫോസ്ഫറസ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കാണിച്ചിരിക്കുന്നത്. 3s2 3p3. ഓക്കെ, 3s2 3p3. ഇനി ഫോസ്ഫറസിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ 3s2 3sലെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ 3s1 3p1 3p3 ആൻഡ് 3d 1 ആയി മാറുന്നു. ഓക്കെ, ഇതെല്ലാം എന്താണ്, അൺപെയ്ഡ് ആണ്. സോ ഈ ഓരോ ഒരു എസ് 3 പി ഒരു ഡി, അങ്ങനെയാണ് sp3d. ഓക്കെ, sp3d 3 പി ഉണ്ട്, ഒരു ഡി ഉണ്ട്, ഒരു എസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന 5 ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്കാണ് ഓരോ ക്ലോറിൻ ആറ്റം. PCl5 അല്ലേ, അപ്പോൾ ക്ലോറിൻ എത്തണമുള്ള ക്ലോറിൻ 5 ആണുള്ളത്. അപ്പോൾ 5 ക്ലോറിൻ ആറ്റംസ് വന്നിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് PCl5 മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് sp3d hybrid orbitals filled by electron pairs dominated by 5 chlorine atoms. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ട്രൈഗണൽ ബൈപിരമിഡൽ ആണ് അതിൻ്റെ ജോമെട്രി. സോ ദിസ് ഇസ് ദ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ബോണ്ട് ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് 120 ഡിഗ്രിയും ഒന്ന് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ബോണ്ട് ആംഗിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ, അല്ലെ +2 പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ, നമ്മൾ എന്താണ് ഇങ്ങനെ 2 ബോണ്ട് ആംഗിൾ കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ദ 3 bonds lie in one plane each making chlorine phosphorus chlorine bond angle 120 ഡിഗ്രി. അപ്പോൾ ട്രയാഗണൽ പ്ലെയിനാർ അറേഞ്ച്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ആ 120 ഡിഗ്രി വന്നിരിക്കുന്നത് ആ ട്രയാങ്കിളിനകത്താണ്. ആ ബോണ്ട് ആംഗിളിനെ അല്ലെങ്കിൽ ആ 120 ഡിഗ്രി ബോണ്ട്സ് ആംഗിളിനെ നമ്മൾ ഇക്വറ്റോറിയൽ ബോണ്ട്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഉണ്ടാക്കുന്ന ബോണ്ട്സിനെ ഇക്വറ്റോറിയൽ ബോണ്ട്സ് എന്നും പറയാം. ഇനി ക്ലോറിൻ ഫോസ്ഫറസ് ക്ലോറിൻ മുകളിലേക്ക് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ, ആ 90 ഡിഗ്രി ആംഗിളിനെ ആക്സിയൽ ബോണ്ട്സ്, ആക്സിയൽ ആംഗിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ബോണ്ട് ആംഗിൾസ് ആണ്. ഒന്ന് ആ ട്രയാങ്കിളിനകത്ത്, അതായത് ഇക്വറ്റോറിയൽ ആംഗിൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ബോണ്ട്സ് അവർ ഉണ്ടാക്കുന്ന ആംഗിളാണ് 120 ഡിഗ്രി, ആൻഡ് ദ അതർ വൺ ഈസ് 90 ഡിഗ്രി വിച്ച് ആർ ദ ആക്സിയൽ ആംഗിൾസ്, ആക്സിയൽ ബോണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ചത് sp2 ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ ഒരു കോംപ്ലക്സ് മോളിക്യൂളാണ് പഠിച്ചത്, കുപ്രാമണിയം കോംപ്ലക്സ് ആണ് പഠിച്ചത്. അടുത്തത് sp3d ഹൈബ്രിഡൈസേഷൻ, അതിൽ PCl5 വെച്ചിട്ട് എക്സാമ്പിൾ പഠിച്ചത്. അപ്പോൾ രണ്ടും എഴുതി തന്നെ നോക്കുക, കോൺഫിഗറേഷൻ എഴുതി തന്നെ എക്സാമിന് കാണിക്കുകയും വേണം, എഴുതി തന്നെ നോക്കുക. സ്ട്രക്ചർ ഉൾപ്പെടെ വിത്ത് ബോണ്ട് ആംഗിൾ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചിരിക്കണം, എഴുതി വരച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.